ഒരു ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. രാവിലെ തന്നെ അച്ഛനും മോളും കൂടെ ആ ചെടി നടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവരിറങ്ങണതുകൊണ്ട് അവരെ സഹായിക്കാനായിട്ട് ഞാനും ഇറങ്ങി. ചെടിച്ചട്ടിയൊക്കെ ഇരിക്കുന്ന ഭാഗമൊക്കെ തൂത്ത് വൃത്തിയാക്കി പുല്ലൊക്കെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ മഴയില്ലാത്തതുകൊണ്ട് കൊള്ളാം, ചെടികളൊക്കെ ഈ പച്ചപ്പോടെ നിൽക്കുന്നത് മഴയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെടിച്ചട്ടികൾ പറക്കി വയ്ക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. അപ്പോഴേ എല്ലാം വെള്ളത്തിൻ്റെ അടിയിലാവും, കുറേയൊക്കെ നശിച്ചു പോകും, കുറേയൊക്കെ കിട്ടും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ചവറും അതും ഇതുമൊക്കെ തൂത്ത് കളഞ്ഞ് പുല്ലൊക്കെ പറിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എവിടെയെങ്കിലും ഞങ്ങൾ പോയാൽ ആദ്യം നോക്കണ ഈ ചെടികളാണ് കേട്ടോ. എവിടെ കണ്ടാലും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കും. അങ്ങനെ കുറേ കഥകളുണ്ട് ചെടികൾക്ക്. അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് അപ്പുറത്തൊരു മാമൻ കീര കൊടുക്കണം വേണമെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചത് കേട്ടോ. അങ്ങനെ ചുവന്ന കീരയാണ് കേട്ടോ, നാടൻ കീര, രാസവളമൊന്നും ഇടാതെ നല്ല കീര. ആ മാമൻ നട്ട് വളർത്തണതാണ് കേട്ടോ. കോഴിവളവും ചാണകപ്പൊടിയും മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കണ്ടേ, വലിയ ഇലകളും നല്ല കീരയായിരുന്നു. എൻ്റെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. ഞാൻ നേരത്തെ കീരയൊക്കെ ഒരുപാട് നട്ട് വളർത്തുമായിരുന്നേ. നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ ഇവിടെ വന്നതിന് ശേഷം കീര വിത്തൊന്നും കിട്ടാനില്ല, അങ്ങനെ നട്ടതൊന്നും പൊടിച്ചതുമില്ല കേട്ടോ. മണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. എന്തായാലും വീണ്ടും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. ചെയ്യാൻ തുടങ്ങണമെന്നും വിചാരിക്കുന്നുണ്ട്. കെട്ടിയോ അവിടെ ഇരുന്ന് ചെടി നടാനുള്ള മണ്ണൊക്കെ റെഡിയാക്കണം കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയത്. ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അവിടേക്ക് ഇരുന്ന് ചെടി കെട്ടിയൊക്കെ ഒതുക്കി അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി പുല്ലൊക്കെ പറിച്ച് എന്നെ സഹായിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. അങ്ങനെയൊക്കെ സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വയ്യാതായത്. എന്തോ കഴുത്തിൽ കൊടക്ക് പോലെയൊക്കെ വീണ് പിന്നെ എനിക്കൊന്നിനും പറ്റാതായിപ്പോയി. പിന്നെ അത് പകുതി വഴി വെച്ച് നിർത്തി. എൻ്റെ അഭിപ്രായത്തിൽ ഓരോ വീഡിയോ ഓരോ കഷ്ടപ്പാടാണ് കേട്ടോ. ഓരോ വീഡിയോ എടുക്കുമ്പോഴും നമുക്ക് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ. മണിക്കൂറുകൾ വേണം വീഡിയോ എടുക്കാനും റെഡിയാക്കാനും. പക്ഷേ കഷ്ടപ്പാടില്ലെന്ന് തോന്നുന്നവർക്ക് കാണില്ലായിരിക്കും, പക്ഷേ എനിക്കുണ്ട് കേട്ടോ. ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ഒരു വീഡിയോ എങ്കിലും റെഡിയാവുള്ളേ. പിന്നെ റവന്യൂ കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ. കാരണം എനിക്കിതൊക്കെ ഒരു സന്തോഷമാണ്. നാളെ ഒരു കാലം നമുക്ക് ജീവിതത്തിൽ ഓർമ്മിച്ച് വയ്ക്കാൻ ചില ഓർമ്മകൾ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എനിക്കൊരു വല്ലാത്തൊരു അംഗീകാരം തന്നെയാണ്. ഇത്രയും കഷ്ടപ്പാടിനിടയിലും ആരെങ്കിലുമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ. ഞങ്ങളുടെ കുടുംബം പോലെ തന്നെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഫാമിലിയും. ഒരുപാട് പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. 1000 വട്ടം പറഞ്ഞാലും തീരൂല കേട്ടോ. അതൊക്കെയാണ് എനിക്ക് കിട്ടിയ സപ്പോർട്ട്. ചേട്ടാ അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി എല്ലാം ക്ലിയറാക്കി വെച്ച് കേട്ടോ. എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലേ. പിറ്റേന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കണത്. ചെടിയൊക്കെ ഇതുപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വച്ച് ഇനി എനിക്ക് പറയാനുള്ളത് ഈ ഹൈഡ്രാഞ്ചിയ ചെടിയെക്കുറിച്ചുള്ള ഒരു കഥയാണ്. ഒരു 3 വർഷം മുമ്പ് വിമല ആൻറ്റി, എൻ്റെ പ്രിയപ്പെട്ട ഒരു ആൻറ്റിയാണ് കേട്ടോ. ആൻറ്റി വീട്ടിലോട്ട് എന്നെ ക്ഷണിച്ചായിരുന്നേ. അങ്ങനെ ഞാൻ പോയപ്പോൾ എനിക്ക് കുറേ ചെടികൾ തന്നു കേട്ടോ. അതിലൊന്നാണ് ഈ ഹൈഡ്രാഞ്ചിയ. നീല ഹൈഡ്രാഞ്ചിയാണ് തന്നത്. ഞാൻ കൊണ്ട് നട്ട് അതിപ്പം പിങ്ക് കളറായി കേട്ടോ. ഈ 3 വർഷത്തിനിടയ്ക്ക് ഇത് പൂത്തില്ല, ഇങ്ങനെ വളർന്നു പോണതല്ലാതെ. പക്ഷേ ഈ വർഷം പൂത്ത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. ഇതിലൊരു പൂ പറഞ്ഞാൽ കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.